The side of a rhombus are 5 centimeter long and one of its angle is 100. Compute its area. ഒരു സമഭുജ സമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ. അതിലെ ഒരു കോണ് 100 ഡിഗ്രിയുമാണ് അതിന്റെ പരപ്പളവ് കാണും. റോംബസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. റോംബസിന്റെ ഡയഗണലിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും, ലംബ സമഭാജികളായിരിക്കും. അതായത് ആ കോണുകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഡയഗണൽസിനിടയിലുള്ള കോണുകൾ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ എല്ലാ സൈഡും എന്തായിരിക്കും 5 സെന്റിമീറ്റർ ആയിരിക്കും. ദെൻ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും. അതായത് ഒ എയുടെയും ഒ സിയുടെയും നീളം തുല്യമായിരിക്കും, ഒ ഡിയുടെയും ഒ ബിയുടെയും നീളം തുല്യമായിരിക്കും. ഇത് ഡയഗണൽസിന്റെ പ്രത്യേകതയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്നാണ് പറയാ, അഥവാ ലംബ സമഭാജികൾ. ലംബമായിട്ട് സമഭാഗം ചെയ്യും. അതായത് ഡയഗണൽസിനിടയിൽ വരുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എ ഒ ബി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. കണ്ടോ, എ ഒ ബി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഇനി ഈ ആംഗിളുകൾ എങ്ങനെയാ വന്നതെന്നുള്ള പറഞ്ഞുതരാം. ഒരു കോണ് 100 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഒരു കോണ് 100 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ 100നെ പകുതിയാക്കിയിട്ട് 50 വരും ഇവിടെ. ഓക്കെ, 100നെ പകുതിയാക്കിയിട്ട് 50 വരും. പിന്നെ ഈ ആംഗിൾ 90 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും 40. അപ്പോഴല്ലേ നമ്മളുടെ എ ഒ ബിയിൽ 180 ആവുക. 50 40 90, 90 90 180. ഇനി എ ഒന്റെ നീളം കണ്ടിട്ട് അതിന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ എ സിയുടെ നീളം കിട്ടും. അതേപോലെ തന്നെ ഒ ബിയുടെ നീളം കണ്ടാണ്ട് അതിന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ ഡി ബി അല്ലെങ്കിൽ ബി ഡിയുടെ നീളം കിട്ടും. റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത് d1 into d2 by 2 ആണ്. അഥവാ ഡയഗണലിന്റെ ഗുണനഫലത്തിന്റെ അഥവാ ഡയഗണലിന്റെ പ്രൊഡക്റ്റിന്റെ ഹാഫ് ആണ്, പകുതിയാണ്. അപ്പൊ ആദ്യം ഞാൻ സൈൻ 40 എടുത്തു, അതായത് ഒ ബി കാണാൻ പോവാണ്. അപ്പൊ സൈൻ 40 എന്ന് പറയുമ്പോൾ എതിർവശം ബൈ കർണം, 90ന് ഓപ്പോസിറ്റുള്ളതാണ് കർണം. അത് നമുക്ക് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. അതുകൊണ്ടാണ് ഇവിടെ സൈൻ യൂസ് ചെയ്തത്. അപ്പൊ ഒ ബി ബൈ എ ബി എന്ന് കിട്ടും. അതില് സൈൻ 40ന്റെ വാല്യൂ 0.64 കൊടുത്തു. ദെൻ 5ന് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എ ബിയുടെ വാല്യൂ ആണ് 5 കേട്ടോ. വീണ്ടും പറയണം, സൈൻ 40 0.64 സംതിങ് വരുന്നുണ്ടാവും. നമ്മൾ 2 വാല്യൂ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ അതിൽ കൂടുതൽ എടുത്ത് ചെയ്യുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യകൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. ആൻസർ കറക്റ്റ് ആയിരിക്കും, മാർക്ക് കിട്ടും, യാതൊരു കുഴപ്പമില്ല. എക്സാമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും നമ്മൾ എടുക്കേണ്ട വാല്യൂ എത്രയാണെന്നുള്ളത്. കറക്റ്റ് ആ വാല്യൂ കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 0.64 സൈനിന്റെ വാല്യൂ. ഇനി ഈ സൈനിന്റെ ഒക്കെ വാല്യൂ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഈ സൈനുകളുടെ വാല്യൂസ്, സൈന് കോസ് ടാന് എന്നിവയുടെ 0 തൊട്ട് 90 വരെയുള്ള വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ 5നെ ഇനി നമ്മുടെ ബാക്കി ചെയ്യാം. 5നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഹരിക്കാനുള്ള എന്താവും, ഗുണിക്കാണ്. അപ്പൊ 5 × 0.64 അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3.2 കിട്ടും. കാരണം ഗുണിക്കുമ്പോൾ ഇവിടെ ഒരു 0 കൂടി ഉണ്ടാവും. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത് 0 ആയതുകൊണ്ട് അതിന് വില ഇല്ല. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. 14 20ക്ക് 0, പിന്നെ ശിഷ്ടം 2, 6 5 32, 32ക്ക് 2 ഇഷ്ടം 3, 0 × 3 0 3, 3.20 ആണ് വരിക. പക്ഷെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, പോയിന്റ് കഴിഞ്ഞ് 0ന്റെ ആവശ്യമില്ല. അപ്പൊ ഒ ബി കിട്ടി 3.2. ഒ ബി 3.2 ആണെന്നുണ്ടെങ്കിൽ ഒ ഡിയും എന്തായിരിക്കും 3.2 ആയിരിക്കും. അപ്പൊ ബി ഡിയുടെ നീളം കാണാലോ, അത് രണ്ടും കൂട്ടിയാ പോരെ. 3.2 + 3.2 എത്ര കിട്ടും, 6.4. അപ്പൊ ഒന്നാമത്തെ ഡയഗണലായി എത്രയാ, 6.4. ഇനി ഇതേപോലെ ഒ എ കാണണം. ഒ എ കാണാൻ നമ്മൾ ഏത് ആംഗിൾ എടുക്കേണ്ടത്, സൈൻ 40 എടുക്കാം. ഓക്കെ, കോസ് 40 കൊടുക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സൈൻ 40 അല്ല, സൈൻ 50 അല്ലെങ്കിൽ കോസ് 40 എടുത്തിട്ട് ചെയ്യാം കേട്ടോ. 40ന്റെ സമീപവശല്ലേ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സൈൻ 50 ആണ്. അപ്പൊ ഒ എ സൈൻ 50ന് ഓപ്പോസിറ്റ് ഒ എ ബൈ എ ബി, എ ബി 5 ആണ്. സൈൻ 50ന്റെ വാല്യൂ കൊടുത്തു 0.77 ഡിവൈഡ് ബൈ ഈക്വൽ ടു ഒ എ ബൈ 5. നേരത്തെ പോലെ 5നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ 5 × 0.77 3.85 കിട്ടും. ഓക്കെ, 5 35, 5 35 3 38. ഓക്കെ, അപ്പൊ 3.85. ഇത് ഒ എയുടെ നീളാണ്. ഒ എ 3.85 ആണെന്നുണ്ടെങ്കിൽ ഒ സിയും എന്തായിരിക്കും, 3.85 ആയിരിക്കും. ഇനി ഇത് രണ്ടും കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ 2 ഗുണിച്ചാൽ മതി. കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 5 10ക്ക് എവിടെ പേന 5 5 10ക്ക് 0 കിട്ടും. ശിഷ്ടം 1, 8 8 16 1 17 7, ശിഷ്ടം 1 3 3 6 1 7. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ, ഈ തിരിഞ്ഞ വന്നു അല്ലെ, 7 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ.
അപ്പൊ 7.70 എന്നാണ്. അത് നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 0 വരുന്നതുകൊണ്ട് അതിനെ ഒഴിവാക്കാം. അപ്പൊ 7.7. അപ്പൊ രണ്ട് ഡയഗണൽ കിട്ടി. ഇനി നമുക്ക് ഏരിയ കാണാം. D1 into D2 by 2. 6.4 into 7.7 by 2. ഒന്നെങ്കിൽ 6.4 നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ 7.7 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ 6.4 7.7 ഗുണിച്ചിട്ട് ആ കിട്ടുന്ന ആൻസറിനെ 2 ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 6.4 ഞാൻ 2 ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 3.2 എന്ന് കിട്ടി. പിന്നെ 3.2നെ 7 അഥവാ 32 into 77 ചെയ്യാം. അപ്പൊ 2464 കിട്ടും. പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 സംഖ്യ. അപ്പൊ വലത് ഭാഗത്ത് നിന്ന് എണ്ണുമ്പോൾ 1 2 ഇവിടെ പോയിന്റ് വരും. പോയിന്റ് ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പൊ ആൻസർ എത്ര കിട്ടും? 24.64 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ.